എല്ലാവർക്കും നമസ്കാരം. വളരെ എല്ലാവർക്കും ആകാംക്ഷയുള്ളതുമായ എല്ലാവർക്കും അറിയേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അത് ശനിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശനിയെ എല്ലാവർക്കും ഭയമാണ്. ശനി പേടി സ്വപ്നമാണ്. എന്നാൽ ശനി വളരെ നല്ല ഒരു ഗ്രഹമാണ്. അത് നമ്മുടെ പിള്ളക്കലി ബാധിച്ച അമ്മാവനെ പോലെയാണ് ശനി എന്നൊരു ചൊല്ലുണ്ട്. അതായത് ശനിക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. അപ്പം നമ്മളെ നേരെ നടത്താനായിട്ട് ഒരു വടിയുമായിട്ട് ഇങ്ങനെ വരികയാണ്. കണ്ടക ശനിയായിട്ട് കേന്ദ്രത്തിലും, ഏഴര ശനിയായിട്ട് ഇടവും വലവും നടുക്കും ഒക്കെ വന്ന് നമ്മൾ അടിച്ച് ഷേപ്പ് വരുത്തുകയാണ്. അതായത് ഒരു ഏഴര ശനി കഴിഞ്ഞവൻ യാതൊരു തരത്തിലുള്ള അഹങ്കാരവും ഇല്ലാതെ താണുകേണ് അവശനായി, അതായത് നമ്മൾ ഈ കരിമ്പ് പിഴിഞ്ഞിട്ട് കരിമ്പിൻ്റെ ചണ്ടി കണ്ടില്ലേ, ആ ചണ്ടി പോലെ ആയി തളർന്ന് ഒരിടത്ത് വന്നിരിക്കും. എത്ര അഹങ്കാരിയെയും കൊമ്പ് കുത്തിക്കുന്ന അമ്മാവനാണ് നമ്മുടെ ശനി എന്ന് പറയുന്ന ഗ്രഹം. അപ്പം ശനിഗ്രഹത്തെക്കുറിച്ച് നമുക്ക് ഒരുപാട് നിഗൂഢതകളുണ്ട്. ശനിയെക്കുറിച്ച് ആർക്കും പൂർണ്ണമായി അറിവില്ല. ശനി എല്ലാത്തിനും അതീതനാണ്. ഏറ്റവും ശക്തമായ ഗ്രഹം എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. നമുക്കറിയാം, വ്യാഴം ഹോൾ പ്രൊവൈഡറാണ്. അതായത് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. നല്ലതായ കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. അപ്പം ചീത്ത കാര്യം കൊടുക്കാൻ ഒരാൾ വേണമല്ലോ. ചീത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും എന്തിനു വന്നിരിക്കുന്നു? കർമ്മഫലം അനുഭവിക്കാൻ വന്നിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപപുണ്യങ്ങൾ അനുഭവിക്കാനായിട്ട് നമ്മൾ അവതരിക്കുകയാണ്. നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്, ഞാൻ ഇങ്ങനെ പരമാത്മാവിൻ്റെ അടുത്തോട്ട് പോയാൽ ശരിയാവില്ല. മരണാനന്തരം നമ്മൾ ചിന്തിക്കുകയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശുദ്ധമാകണം. ശുദ്ധമായിട്ട് മാത്രമേ, പൂർണ്ണനായിട്ട് മാത്രമേ എനിക്ക് എൻ്റെ പിതാവിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റൂ. പരമാത്മാവാണ് എൻ്റെ പിതാവ്. ഞാൻ ആത്മാവും എൻ്റെ പിതാവ് പരമാത്മാവും. അപ്പോൾ ആ പരമാത്മ തത്വത്തിലേക്ക് പോകണമെങ്കിൽ പൂർണ്ണത വേണം. അപ്പം ഞാൻ ഒരുപാട് വേണ്ടാദിനങ്ങളൊക്കെ ഈ പഞ്ചഭൂത ആത്മകമായ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്യുകയും വൈകാരികമായി മറ്റുള്ളവരെ വ്രണപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് ഞാൻ ഇപ്പോൾ വളരെ മോശമായിട്ടുണ്ട്. അതുകൊണ്ട് 41 ദിവസത്തെ നമ്മുടെ ഈ ജൈവമണ്ഡലത്തിലെ പ്രയാണത്തിനിടയിൽ നമ്മൾ തന്നെ എടുക്കുകയാണ് ഒരു തീരുമാനം. ഞാൻ തിരിച്ചു വരണം. തിരിച്ചു വന്ന് ഞാൻ എന്തൊക്കെ ചെയ്തോ അതെല്ലാം തിരിച്ചു കിട്ടുന്ന തത്തുല്യമായ ഒരു സാഹചര്യത്തിൽ ജനിച്ച് അതെല്ലാം അനുഭവിച്ച് തീർത്ത് ശുദ്ധമായി തിരിച്ചു പോകണം. ഈ തീരുമാനത്തിലാണ് നമ്മളെല്ലാവരും ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ആ ജന്മത്തെ നമ്മൾ ആർജിച്ചതായ സൽഗുണങ്ങളും ജ്ഞാനങ്ങളും അതേപോലെ അറിവ്, ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന ഈ സമയത്ത് നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് നമുക്ക് ശിക്ഷ തരാൻ വരുന്ന ആളാണ് ശനി. ഓം ശം ശനൈശ്ചരായ നമ. ശനിയെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ശനിക്ക് ധാരാളം വലയങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ശനി നിഗൂഢമാണ്. ശനി മരണത്തിൻ്റെയും തമസിൻ്റെയൊക്കെ ഗ്രഹമാണ്. മരണം എന്ന് പറയുന്നത് നമുക്ക് പേടിയുള്ളത് കൊണ്ടാണ്. ശരിക്കും അതൊരു ചേഞ്ച് മാത്രമാണ്. അപ്പോഴും നമ്മളെ ഈ കഷ്ടപ്പാടിൽ നിന്നും വേദനയിൽ നിന്നും നരകത്തിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുത്തുന്ന ആൾ തന്നെയാണ് ശനി. മരിക്കുന്നവൻ ഭാഗ്യവാൻ, ഇരിക്കുന്നവൻ പാപി. അതുകൊണ്ട് നമുക്ക് ഈ മരണം തരുന്ന ശനിയും നമുക്ക് വലിയ ഉപകാരം ചെയ്യുന്ന ആളാണ്. കഷ്ടപ്പെടുമ്പോൾ, ദുരിതം അനുഭവിക്കുമ്പോൾ അദ്ദേഹം വന്ന് നമ്മളെ മരണത്തിലേക്ക് നയിക്കുന്നു എന്നൊക്കെ നമ്മുടെ ആചാര്യന്മാർ കണ്ടെത്തിയിട്ടുള്ള സത്യങ്ങളാണ്. ഇനി ഏതൊരു വ്യക്തിക്കും ശനി ദശ അല്ലെങ്കിൽ ശനി പിടിച്ച സമയം എന്നൊക്കെ അറിയാതെ എല്ലാവരും പറയുന്നുണ്ട്. എന്താണ് ഈ ശനി പിടിച്ച സമയം? ശനി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശനൈഹി ചരഹ എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ശനി ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ശനൈഹി ചരഹ എന്ന് പറഞ്ഞാൽ മന്ദചര, സ്ലോ വോക്കർ, മെല്ലെപ്പോക്കുകാരൻ, അതാണ് ശനിയുടെ അർത്ഥം. അതുകൊണ്ട് മന്ദൻ എന്നൊക്കെ നമ്മൾ ശനിയെ വിളിക്കുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ഔട്ടർ ഓർബിറ്റിൽ കറങ്ങുന്ന, സൗരയൂഥത്തിൽ ഔട്ടർ ഓർബിറ്റിൽ കറങ്ങുന്ന ശനി സഞ്ചരിച്ച് വരാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് ശനി മന്ദനായി. ഈ മന്ദനായതുകൊണ്ടാണ് ശനിയെ ഇത്ര ഭയക്കുന്നത്.
പെട്ടെന്ന് മാറിപ്പോകുന്നതാണെങ്കിൽ നമുക്ക് കുറച്ച് കാലമേ കഷ്ടപ്പാടുള്ളൂ. ഇത് നമ്മൾ ഇഞ്ചിഞ്ചായി അനുഭവിച്ചങ്ങ് തീർക്കണം എന്നൊക്കെ നമുക്കറിയാം. 7.5 ശനി അനുഭവിച്ചവർക്കെല്ലാം ദൈവം മനസ്സമാധാനം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ വന്ന ശനി മാറ്റത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇപ്പോൾ വന്ന ശനി മാറ്റം ഏതാണ്? നമ്മുടെ മാർച്ച് 29-ന് ശനി കുംഭരാശിയിൽ നിന്ന് മീനരാശിയിലേക്ക് മാറി. ആ മാറ്റം പ്രതീക്ഷിച്ചിരുന്ന ഒരുപാട് പേരും ഭയപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുമുണ്ട്. എങ്കിൽ വളരെ ആശ്വാസകരമായ ഒരു കാര്യം പറയാം. പലർക്കും കണ്ടകശനി വന്നു, പലർക്കും 7.5 ശനിയുടെ ജന്മശനി തുടങ്ങി. പക്ഷേ ശനിക്ക് ഇത്തവണ ഉദ്ദേശിച്ച രീതിയിലൊന്നും നമ്മെ ഉപദ്രവിക്കാനായിട്ട് സാധിക്കില്ല. കാരണം സംസർഗ ഗുണാദോഷ എന്ന് പറഞ്ഞതുകൊണ്ട് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. അപ്പോൾ വ്യാഴത്തിൻ്റെ സ്വഭാവവും വ്യാഴത്തിൻ്റെ സ്വാധീനവും കൊണ്ട് നമുക്ക് ശനി അത്ര ദോഷകാരിയായി കാണുന്നില്ല. എന്നാൽ ശനി മാറ്റം, ശനിയുടെ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്കുള്ള മാറ്റം തീർച്ചയായിട്ടും ആ ഒരു സന്ധി നമ്മളെ എല്ലാവരെയും കുറേയധികം വിഷമിപ്പിക്കും. അതുകൊണ്ട് പലരും ഇപ്പം മനസ്സിലാക്കി കാണും, വീഴുന്നു, ഒടിയുന്നു, ചതയുന്നു, പെട്ടെന്നൊരു അസുഖം വരുന്നു, അങ്ങനെ പണച്ചെലവ്, ഇങ്ങനെയൊക്കെ മനക്ലേശം ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പലർക്കും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ ഈ പറയുന്നത്. ഇതിൻ്റെ കാരണം ഈ ശനിയുടെ മാറ്റം തന്നെയാണ്. ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ അത്ര വേഗത്തിൽ ചാടി എങ്ങനെ നിൽക്കുകയും ഉടനെ ഫലം തരികയും ദോഷം തരികയൊന്നും ചെയ്യില്ല. ശനി മാറി 3 മാസം കഴിയുമ്പോൾ തൊട്ടാണ് അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുക. അതുവരെ നമുക്ക് കണ്ടകശനി ഉള്ളവർക്ക് കണ്ടകശനി തന്നെയാണ്, 7.5 ശനി ഉള്ളവർക്ക് 7.5 ശനി തന്നെയാണ്. അപ്പോൾ നമുക്ക് ആശ്വാസകരമായ രീതിയിൽ ശനി മാറിയിട്ടുണ്ട്. എങ്കിലും നമുക്ക് ആ ശനി എന്തൊക്കെ ഗുണം തരുമെന്ന് കൂടെ നോക്കാം. എപ്പോഴും ശനിയുടെ ദോഷത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. മീനരാശിയിൽ നിൽക്കുന്ന ശനി തൊട്ടടുത്ത രാശിയെ മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക, കാൽ എന്ന് പറയുന്ന നക്ഷത്രക്കാർക്ക് 7.5 ശനിയും കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഈ 7.5 ശനി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അല്ല, അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും 7.5 ശനി പേടിയാണ്. എന്നാൽ ഈ 7.5 ശനി ഇത്തവണ മേടക്കൂറുകാർക്ക് ദോഷങ്ങളൊന്നും കൊടുക്കുന്നില്ല. എന്നാൽ ഈ 12-ലെ ശനി അവർക്ക് കുറച്ച് തിരക്ക് കൂട്ടുന്നു. അവരുടെ ജീവിത ശൈലിയിൽ ഒരുപാട് ദ്രുതഗതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നു. അവർ തുടങ്ങി വെച്ച സംരംഭങ്ങളെല്ലാം അവർക്ക് ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിക്കും. പക്ഷേ ഒരു പ്രാവശ്യം പോകേണ്ടടുത്ത് ശനി 9 പ്രാവശ്യം വിടും, അത്രേ ഉള്ളൂ. പക്ഷെ നടക്കാതെ തിരിച്ചു വരില്ല, ആ കാര്യം സാധിച്ചില്ല. സാധാരണഗതിയിൽ ജന്മത്തിലോ അല്ലെങ്കിൽ 12-ലോ ശനി വന്ന കാര്യങ്ങളൊന്നും നടക്കാറില്ല. 10 പ്രാവശ്യം നടന്നിട്ട് തിരിച്ച് ലഭ്യനായി പോരുക എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ വരാറുണ്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമുക്ക് ശനി മേടക്കൂറുകാർക്ക് തീർച്ചയായിട്ടും നല്ല ഫലം കൊടുക്കും. ഇനി ഇടവക്കൂറുകാരെ നോക്കൂ. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര, അവർക്ക് എല്ലാവർക്കും തന്നെ ശനി 11-ൽ നിൽക്കുകയാണ്. അപ്പോൾ 11-ൽ നിൽക്കുക മാത്രമല്ല വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ശനി ഒരുപാട് ഗുണങ്ങൾ കൊടുക്കും. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്കും ശനി വളരെ സൗകര്യപ്രദമായ സന്തോഷകരമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും. വിധിയെ മതി കൊണ്ട് വെല്ലലാം എന്നാണ്. അപ്പം വിധി ആണ് എന്ന് വിചാരിച്ച് എൻ്റെ വിധി ഇതാണ് എന്ന് പറഞ്ഞ് ചുരുണ്ടുകൂടി എനിക്ക് കണ്ടകശനിയാണ് 2.5 വർഷത്തേക്ക് ഞാൻ ഒരിടത്തും പോകുന്നില്ല എന്നും പറഞ്ഞ് കയറി ഇരുന്നാൽ അങ്ങനെ ഇരിക്കും. നമ്മൾ വിധിയെ അതിജീവിക്കണം, പൊരുതണം. നമ്മളിപ്പം നമ്മുടെ വീട്ടുകാരോടൊക്കെ വഴക്കിട്ട് ഓരോന്ന് സ്ഥാപിക്കൂലേ, അതല്ലെങ്കിൽ യുദ്ധം ചെയ്ത് നമ്മൾ മുന്നേറൂലേ, അത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ പ്രയോഗിക്കണം. നമ്മൾ ശനിയോടൊക്കെ അദ്ദേഹത്തോട് പൊരുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ജലനെ ആചരിക്കുക, ജന്മിയെ കൈവിടരുത് എന്ന ഒരു പ്രമാണമുണ്ട്. അതായത് ഇദ്ദേഹം കുറച്ചൊരു ഹ്യൂമിലിയേറ്റഡ് പ്ലാനറ്റാണ്. അദ്ദേഹത്തോട് ചെന്ന് കയർക്കാനും വഴക്കിടാനും ഒന്നും ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം വെറുതെ വിടൂല. അദ്ദേഹത്തെ ഒന്ന് ആചരിക്കുക. ഓം ശം ശനൈശ്ചരായ നമ മനസ്സിലെപ്പോഴും പറയുക. അതിരാവിലെ ഉണർന്ന് നമ്മൾ നാമം ജപിക്കുന്നവർക്ക് ഈ ശനൈശ്ചര അഷ്ടോത്തരി ജപിക്കാവുന്നതാണ്. ശനൈശ്ചര അഷ്ടോത്തരിയൊക്കെ നമുക്കിപ്പം
ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാം നമ്മുടെ ഈ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടെത്തി ശനൈശ്ചര അഷ്ടോത്തരി ജപിക്കുക. ഇനി ശനിദോഷത്തിനൊരു വലിയ പരിഹാരമുണ്ട്. പലരും പറയുന്ന കേൾക്കാം വീട്ടിൽ ശനി കത്തിച്ചുകൂടാ. ശരിയാണ്, ശനിയുടെ സ്ഥാനം പുറത്താണ്. അപ്പം നമ്മൾ ഈ കാളയുടെ ഒരു ഉദാഹരണം ഉണ്ടല്ലോ, കാള പ്രസവിച്ചു എന്ന് പറഞ്ഞ ഉടനെ കയറെടുക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പം നമ്മളിപ്പോൾ ആളുകൾ അയ്യോ ശനിയുടെ വിളക്ക് വീട്ടിൽ കത്തിച്ചുകൂടാ എന്ന് പറയുന്നതിന് വ്യാഖ്യാനിക്കുന്നത് വേറൊരു രീതിയിലാണ്. അതായത് വീട്ടിലേ കത്തിച്ചുകൂടാ, അങ്ങനെയല്ല. ശനിയെ ആചരിക്കേണ്ടത് പുറത്തു വെച്ചാണ്. ശനി ഔട്ടർ പ്ലാനറ്റാണ്, ശനിക്ക് തമോ ഗ്രഹമാണ്. അപ്പം ശനിയെ നമ്മൾ എന്ത് ചെയ്യണം, വീട്ടു നടയിൽ നമ്മുടെ സ്റ്റെപ്പിൽ അല്ല, തുളസിത്തറ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത്, തുളസിത്തറയിലല്ല, തുളസിത്തറ ഉണ്ടെങ്കിൽ അവിടെ അടുത്ത്, അതിനടുത്ത് നമുക്ക് ശനിയെ ആചരിക്കാം. അതിനായി നമ്മൾ ഈ നീരാഞ്ജനം എന്ന് പറയുന്നത് ലോകത്തെല്ലാവർക്കും ഇപ്പം അറിയാം. എല്ലാവരും ശാസ്താക്ഷേത്രത്തിൽ പോകുക, നീരാഞ്ജനം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ വീട്ടിൽ ചെയ്യുന്നതിന് 60% ഫലമാണെന്നാണ് എൻ്റെ ഗുരുനാഥനായ ശ്രീ മിത്രൻ നമ്പൂതിരിപ്പാട് അവർ പറഞ്ഞു തന്നിട്ടുള്ളത്. അതാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത്. എള്ളുകിഴി കെട്ടി നല്ലെണ്ണയിൽ മുക്കി ഇടിഞ്ഞിലിൽ കത്തിച്ച് 18 പ്രാവശ്യം സ്വാമിയേ ശരണമയ്യപ്പ എന്ന് ജപിച്ചുകൊണ്ട് 18 പ്രാവശ്യം ഓം ശം ശനൈശ്ചരായ നമഃ എന്ന് ജപിക്കണം. ശനി ഈശ്വരനല്ല, അതൊരു ഗ്രഹമാണ്. അതുകൊണ്ട് ശനീശ്വരനല്ല, ശനൈശ്ചരനാണ്. നമുക്ക് പലർക്കും ഇപ്പോൾ ഉച്ചാരണ ശുദ്ധിയില്ല. നമ്മൾ ഭയം എന്ന് പഠിച്ചവരിപ്പോൾ ഭയം എന്ന് പറയുന്ന പോലെ ശനീശ്വരൻ എന്നായിപ്പോയതാണ്. അപ്പോൾ ആ ശനീശ്വരനെ നമ്മൾ ശനൈശ്ചര എന്ന് തിരുത്തണം. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയുള്ള ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ ശനൈശ്ചരനെ വാഴ്ത്തി നമ്മൾ ഈ എള്ളുകിഴി കത്തിച്ച് അത് കെട്ടടങ്ങുന്നു. ഈ എള്ളുകിഴി കത്തിക്കുന്നത് കൊണ്ട് ഇത് ഒരു ആത്മാഹൂതി ചെയ്യുന്ന പോലെയാണ്. തില ഹവനം എന്ന് പറയുന്ന പ്രക്രിയ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. തില എന്ന് പറയുന്ന എള്ളാണ്. എള്ളിന് ഒരുപാട് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു ധാന്യമാണ്. നമ്മൾ വലിയ കർമാദികൾക്കെല്ലാം ഈ എള്ള് ഉപയോഗിക്കുന്നു. എള്ളിന് വളരെയധികം പ്രാധാന്യമുണ്ട്, ഔഷധ ഗുണമുണ്ട്. ഈ എള്ള് എരിഞ്ഞ് ഉണ്ടാകുന്ന പുക നമ്മുടെ ഈ തമോ ബലത്തെ ഇല്ലാതെയാക്കുന്നു. അതുകൊണ്ട് എനിക്ക് 7 ശനിയാണെങ്കിൽ ഞാനാണ് കത്തിക്കേണ്ടത്. അല്ലാതെ എൻ്റെ മകന് 7 ശനിയാണ്, അവൻ ഉഗാണ്ടയിലാണ് എന്ന് ഞാനൊരു എള്ളുകിഴി കത്തിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. അവരവർ തന്നെ ശനിയെ ആചരിക്കുക. ശനി വിളക്ക് നടയിൽ വയ്ക്കുക. പടിഞ്ഞാറോട്ട് തിരിഞ്ഞാണ് ശനിയെ പ്രാർത്ഥിക്കേണ്ടത്. ശനിയുടെ സ്ഥാനം പടിഞ്ഞാറ് ദിക്കാണ്. അതുകൊണ്ട് പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിന്ന് ഇപ്രകാരം നിങ്ങൾ ശനിയെ ആചരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ശനി ഭഗവാന്റെ അനുഗ്രഹം അല്ലെ ശനി ഗ്രഹത്തിൻ്റെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകും. അതുകൊണ്ട് ശനിയെ ആചരിക്കാൻ മറക്കരുത്. ഇനി മറ്റ് മിഥുനക്കൂറുകാരെ നോക്കൂ. മിഥുനക്കൂറുകാർക്കാണെങ്കിൽ മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല് വരുന്ന ആളുകൾക്ക് കണ്ടകശനി തുടങ്ങിയിരിക്കുകയാണ്. 10ലാണ് ശനി. പക്ഷെ ഈ 10ലെ ശനി അവരെ ദോഷപ്പെടുത്തുന്നില്ല. കാരണം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. എന്നാൽ ഔദ്യോഗികമായി കുറച്ച് ബർഡൻ അല്ലെങ്കിൽ ഭാരം കൂടുതലും അല്ലെങ്കിൽ കുറച്ച് മാനസിക പിരിമുറുക്കം ഉണ്ടാവുകയൊക്കെ ചെയ്യും. എന്നൊഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ശനി പൊതുവെ എല്ലാ ആളുകൾക്കും കുറച്ച് കഷ്ടതകളൊക്കെ വരുത്തും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതായത് അവസരം കിട്ടുമ്പോൾ അടി തരും. അതുകൊണ്ട് ശനിക്കൊരു പ്രത്യേകതയുണ്ട്. ശനി വളരെ നേരെ പോ എന്നുള്ള വ്യക്തിയാണ്. വളഞ്ഞ വഴിയൊന്നുമില്ല, സ്ട്രെയിറ്റ് ഫോർവേഡ്. അപ്പം ഈ ശനിയെ അതുകൊണ്ടാണ് നമ്മൾ ഭയക്കുന്നത്. നമുക്ക് കള്ളന്മാരെയല്ലേ കൂടുതൽ ഇഷ്ടം, നമുക്കും കള്ളത്തരം ചെയ്യാം. അതേസമയം ശനി കള്ളനല്ലാത്തതുകൊണ്ട് നമുക്ക് ശനിയെ പേടിയാണ്. അപ്പം ഈ ശനി നമ്മളെ എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. ആയുർദൈർഘ്യം കൂട്ടുന്ന ആളും കുറയ്ക്കുന്ന ആളും ശനിയാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ആയുർദൈർഘ്യം തരികയാണ്. രോഗാവസ്ഥയിൽ കിടക്കുന്നവർക്ക് രോഗവിമുക്തി തരുന്നുണ്ട്. അതേപോലെ ധനസമൃദ്ധി. ശനി ഇപ്പം ശനി പെരുമ എന്നല്ലേ പറയുന്നത്. ഒരു മധ്യ തിരുവിതാംകൂറുകാർ ശനിയാഴ്ച പുതിയ വസ്ത്രം എടുക്കുകയോ ധരിക്കുകയോ ചെയ്യില്ല. എന്നാൽ തെക്കൻ കേരളത്തിലുള്ളവർ ശനിയാഴ്ചയാണ് പുതിയ വസ്ത്രം എടുക്കുകയും ധരിക്കുകയും ചെയ്യുന്നത്. അത് എല്ലാം ഓരോ ഡിഗ്രി മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ വരുന്ന
കോൺസെപ്റ്റാണ്, സങ്കല്പമാണ്. അതേസമയം അത് അയ്യോ കണ്ടില്ലേ അവിടെയുള്ളവർ ഇങ്ങനെ ചെയ്യുന്നു, അന്നേരം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു, ഇനി ഇതൊക്കെ എന്ത് കാര്യം ഇരിക്കുന്നു, ഒന്നും വിശ്വസിക്കണ്ട എന്നൊക്കെ നമ്മൾ വിശ്വസിക്കും. പക്ഷെ അങ്ങനെയല്ല. അത് ഓരോ പ്രാദേശികമായ മാറ്റം, ഡിഗ്രി മിനിറ്റിന്റെ മാറ്റം, അങ്ങനെയാണ് നമ്മുടെ സങ്കല്പങ്ങൾക്ക് വ്യത്യാസം വരുന്നത്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായാൽ ഇവിടെ ജീവിക്കാൻ വളരെ സുഖമാണ്. അതിന് വിപരീതമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ജീവിതം അസഹ്യമാവും. ഇത്രയേ ഉള്ളൂ. നമ്മൾ വസ്ത്രവിധാനത്തിൽ പോലും നമ്മുടെ ആചാരങ്ങൾ അനുസരിച്ചുള്ള വസ്ത്രവിധാനമാണ്. നമുക്ക് ഈ ചൂടൊന്നും അധികം ഉണ്ടാവില്ല. അതേസമയം നമ്മൾ വളരെ കട്ടിയുള്ള വസ്ത്രങ്ങളൊക്കെ വിദേശികൾ തണുപ്പ് രാജ്യത്ത് ഉപയോഗിക്കുന്നൊക്കെ ഇടുമ്പോഴാണ് നമ്മളിങ്ങനെ ഇത് വിഷമിക്കും. പണ്ട് വിദേശ വസ്ത്രം ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പം അതെല്ലാം എന്തോ ഒരു മാനസിക വൈകല്യമായിട്ടൊക്കെ നമ്മൾ കരുതിയിരുന്നു. പക്ഷെ അതൊന്നുമല്ല. നമ്മൾ ഈ പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ആരോഗ്യം. ഇനി ശനിയുടെ പ്രീതി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ശനിയെ ആചരിക്കണം. ശനിയെ ആചരിക്കാൻ ചിട്ടയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ചിട്ടയായ ജീവിതം. അതായത് മദ്യപാനിക്ക് ഒരിക്കലും ശനിയുടെ ആനുകൂല്യം ഉണ്ടാവില്ല. ശനി വന്ന് ഒരു നോട്ടം നോക്കും. അപ്പം ജ്യേഷ്ഠപത്നിയും സമേതായ നമഃ, അതാണ് ശനിയുടെ ഒരു കീർത്തനം. ശനി ജ്യേഷ്ഠന്റെ പത്നിയാണ്. ചടങ്ങുകൾക്ക്, ബ്രാഹ്മണർക്ക് ചടങ്ങുകൾക്ക് ഒരു ഭാര്യ വേണമല്ലോ. അപ്പൊ അദ്ദേഹം വിവാഹിതനല്ലാത്തതുകൊണ്ട് ജ്യേഷ്ഠന്റെ പത്നി, ആ ജ്യേഷ്ഠന്റെ പത്നിയാണ് അദ്ദേഹം ഒരു ചടങ്ങിന് കൂടെ ഇരുത്തുന്നത്. അപ്പൊ ആ ജ്യേഷ്ഠപത്നി സമേതായ എന്ന് പറയുമ്പം ഈ ജ്യേഷ്ഠ പത്നിയേ ഉള്ളൂ അദ്ദേഹത്തിന്, പത്നിയില്ല. അപ്പൊ ഒരു കുടുംബത്തിനോട് അദ്ദേഹത്തിന് അത്ര ഒരു താല്പര്യം വരില്ല. അപ്പൊ കുടുംബത്തിലോട്ടൊരു നോട്ടം നോക്കും, ഇവിടെ എങ്ങനെ ഉണ്ട്. അപ്പൊ ദാ അവൻ കള്ളുകുടിയനാണ്, എന്നാൽ ഇവന്റെ കള്ളുകുടി അങ്ങ് പ്രൊമോട്ട് ചെയ്യാം, അവൻ കിടന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മള് ശനി എന്ത് ചെയ്യുന്നു? ഇവന്റെ മദ്യപാനാസക്തി കൂട്ടുകയും ആ കുടുംബത്തിന് ഛിന്നഭിന്നമാകാൻ എന്ത് വേണം? കുടികെടുത്തും കൂടിയോരെ ചതിക്കും. അതായത് ഒരു മദ്യപാനി തീർച്ചയായിട്ടും അവനെ നശിപ്പിക്കും, അവന്റെ അവയവങ്ങളെ നശിപ്പിക്കും, അവനെ വിശ്വസിച്ച് കൂടിയിരിക്കുന്നവരെയും നശിപ്പിക്കും. അതുകൊണ്ട് ശനി ഒരിക്കലും മദ്യപാനിയുടെ കൂടെ ഇല്ല. മദ്യപാനി മൗലിക അവകാശമാകാം, ഫാഷനാകാം, എന്ത് വേണേ ആവാം. പക്ഷെ ശനി നിങ്ങളെ ബാധിക്കും. അത്രയാണ് എനിക്കതിൽ പറയാനുള്ളത്. ഇനി അതുകൂടാതെ നമ്മൾ തെറ്റായ മാർഗത്തിലൂടെ പോവുക. ബഹുസ്ത്രീ താല്പര്യമുള്ളവരെ ശനി വെറുതെ വിടില്ല. അവനെ പെട്ടെന്ന് ഒരു സ്ത്രീ അവിടെ വരികയും അവനെ ആകർഷിക്കുകയും അവനത് ചെന്ന് കറങ്ങി തിരിഞ്ഞ് അവസാനം വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചിലപ്പോൾ ജയിലിൽ വരെ ആകാം, അല്ല കൊലപാതകം നടക്കും. ഇങ്ങനെ പല ഇതിലോട്ട് ശനി നിങ്ങളെ വിടും. പക്ഷേ നേരെ നടക്കുന്ന ഒരാളുടെ കുടുംബത്തിലോട്ട് ശനി നോക്കുകയാണെങ്കിൽ കൊള്ളാം, അവർക്ക് ചിട്ടയുണ്ട്, അവര് പരസ്പരം സ്നേഹിക്കുന്നു, സഹായിക്കുന്നു, ഒരാൾക്ക് തുണയാണ്, ഇവർക്ക് അഭിവൃദ്ധി കൊടുക്കാം എന്ന് ശനി കൊടുക്കും. അങ്ങനെ ശനി പെരുമ അവിടെ ഉണ്ടാകും. ഇങ്ങനെ ശനിക്ക് ഗുണവും ദോഷവും ചെയ്യാനുള്ള പവറുണ്ട്. അതുകൊണ്ട് നമ്മൾ ചിട്ടയായും സത്യസന്ധമായും നേരെ ചുവയുള്ള ജീവിതം നയിച്ചാൽ ഈ കണ്ടകശനിയോ അതേപോലെ ഏഴര ശനിയോ ഒന്നും നമ്മളെ ദോഷമായി ബാധിക്കില്ല. ഇനി കർക്കിടക രാശിക്കാരെ നമുക്ക് ശനി എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം. ശനി കുറേ കാലമായിട്ട് ശനി അവർക്ക് വിപരീത ഫലങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കർക്കിടക രാശിക്കാർക്ക് അഷ്ടമശനിയും കണ്ടകശനിയും അഷ്ടമശനിയും വന്ന് അവരെല്ലാം വളരെയധികം പ്രയാസങ്ങളൊക്കെ നേരിട്ടു, പാഠം പഠിച്ചു എന്ന് തന്നെ പറയാം. സാമ്പത്തികമായിട്ടാണ് വളരെയധികം കഷ്ടത്തിലേക്കായി പോയത് അവർ. അങ്ങനെ വളരെ ബുദ്ധിമുട്ടി തരണം ചെയ്ത് നീന്തി കരയേറിയിരിക്കുകയാണ്. ഇനി നമ്മുടെ അഷ്ടമശനിയൊക്കെ മാറി. ഇനി വളരെ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ഈ കർക്കിടകക്കൂറിൽ വരുന്ന പുണർദം, കാല്, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് അനുഭവിക്കാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ 9 നക്ഷത്രക്കാർക്കും ശനി ദോഷകരമായി ബാധിക്കില്ല എന്ന് മനസ്സിലായി. എന്നാൽ എല്ലാ കാര്യങ്ങളിലും ഒരു സ്ലോ നേച്ചർ മറ്റ് കണ്ടകശനി ബാധിച്ചവർക്കൊക്കെ പ്രതീക്ഷിക്കാം. അങ്ങനെയല്ല എന്നല്ല, പക്ഷെ വലിയ ദോഷങ്ങളൊന്നും വരികയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി അത് ചിങ്ങരാശി നോക്കാം. മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമശനി ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നിരിക്കാം.
ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ വളരെ സ്ട്രഗിൾ ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകണം. കുടുംബജീവിതത്തിൽ ചില അപാകതകളോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അസുഖം, ഭർത്താവിന് അസുഖം, ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് അനിഷ്ട സംഭവങ്ങളോ, അനാപത്ത് ചിലവുകൾ, ആശുപത്രി ചിലവുകൾ, ധനനഷ്ടം എന്ന് വേണ്ട കുറേ കഷ്ടതകൾ ഇവർ അനുഭവിച്ചിരിക്കാം. ഇനി അവർക്ക് അഷ്ടമത്തിലേക്ക് ശനി വന്നു. സാധാരണ അഷ്ടമത്തിൽ ശനിയാണ് കണ്ടകശനിയേക്കാളും വളരെയധികം ദോഷം ചെയ്യുന്നത്, കണ്ടകശനിയേക്കാളും വളരെയധികം ദോഷം ചെയ്യുന്നത്. എന്നാൽ ഇത്തവണത്തെ ശനി മാറ്റം വ്യാഴക്ഷേത്രത്തിലേക്ക് ആയതുകൊണ്ട് അത്ര ദോഷകരമല്ല. എങ്കിലും വരുന്ന 2.5 വർഷം വളരെ സൂക്ഷിച്ച് മുൻപോട്ട് പോകണം. നേരത്തെ പറഞ്ഞ നല്ല ശീലങ്ങളും നേർനടപ്പും ഒരുപാട് ഗുണങ്ങൾ വരുവാനിടയാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോയാൽ ഈ അഷ്ടമശനി ചിങ്ങക്കൂറുകാരെ അധികമായി ബാധിക്കുകയില്ല. അടുത്തതായി ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര വരുന്ന കന്നിക്കൂറുകാരുടെ ശനിയുടെ ഫലം ഒന്ന് നോക്കാം. അവർക്ക് ശനി കൃത്യമായി കണ്ടകത്തിൽ വന്നിരിക്കുകയാണ്, 7-ൽ വന്നിരിക്കുകയാണ്. എന്നാൽ ഈ 7-ൽ വന്ന കണ്ടകശനി കുടുംബത്തിന് ദോഷങ്ങളുണ്ടാക്കും. അതായത് ദുശീലങ്ങളൊക്കെ മാറ്റുക. ഇപ്പോൾ ഒക്കെ എല്ലാവർക്കും ഈ ഫോണും അതേപോലെയുള്ള മാധ്യമങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചുമ്മാ ഇരിക്കുമ്പോൾ ഓരോ മെസ്സേജ് അയപ്പ് അല്ലെങ്കിൽ ഒരു കളിപറച്ചിൽ ഇതൊക്കെ കഴിഞ്ഞാൽ അതൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം 7-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. വ്യാഴക്ഷേത്രത്തിലാണെങ്കിൽ പോലും ഇമാതിരി കാര്യങ്ങളൊന്നും അദ്ദേഹം അനുവദിച്ചു കൊടുക്കൂല. അതുകൊണ്ട് അതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കുടുംബത്തിലോട്ട് ശ്രദ്ധിച്ചിരുന്നാൽ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ കുടുംബഛിദ്രത്തിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ദോഷങ്ങളോ ഭർത്താവിന് ദോഷങ്ങളോ ഒന്നും വരാനായിട്ട് സാധ്യതയില്ല. അല്ലെങ്കിൽ വളരെയധികം രോഗബാധിതരായി നമ്മുടെ സ്പൗസ് എന്ന് പറയുന്ന പങ്കാളി, ആണായാലും പെണ്ണായാലും പങ്കാളികൾ അനുഭവിക്കാനായിട്ട് സാധ്യത ഉണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്താൽ അവർക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ ഇവർക്ക് ബിസിനസ് പരമായി അല്ലെങ്കിൽ സിനിമാ രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ്. ശനി അവർക്ക് ഒരുപാട് ഗുണങ്ങൾ കൊടുക്കുന്നുണ്ടാവും. അതവർ വളരെ ബുദ്ധിപൂർവം വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്താൽ മുമ്പോട്ട് പോകാവുന്നതാണ്, നല്ല ഫലം കിട്ടുന്നതാണ്. കടം വന്നു ചേരാൻ ഇടയുള്ള ഒരു 2.5 വർഷമാണ് ഈ സമയം. അതുകൊണ്ട് കടം വാങ്ങിക്കുമ്പോൾ വീട്ടാനുള്ള ഒരു വഴി കൂടി കണ്ടെത്തിയിട്ട് വേണം കടത്തിലേക്ക് ചാടാൻ എന്ന് ഉപദേശിക്കുന്നു. കാരണം അടുത്തത് അഷ്ടമശനിയാണ്. ഈ വ്യാഴത്തിൻ്റെ സംരക്ഷണം അപ്പോഴില്ല. അപ്പോൾ ഈ വാങ്ങിയ കടത്തിനെല്ലാം ഉത്തരം പറയേണ്ടി വരും. അടുത്തതായി നമുക്ക് ചിത്തിരാര, ചോതി, വിശാഖം, മുക്കാല് നക്ഷത്രക്കാരുടെ ശനി എങ്ങനെയാണ് അവരെ സ്വാധീനിക്കുന്നതെന്ന് നോക്കാം. ശനിയുടെ ഏറ്റവും ഇഷ്ടസ്ഥാനമാണ് 6-ാം ഭാവം. 6-ാം ഭാവത്തിൽ വന്നു എന്ന് മാത്രമല്ല വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് എന്ന് വിചാരിച്ച് ഭയങ്കരമായ പുരോഗതി ഉണ്ടാവുമെന്ന് വിചാരിക്കേണ്ട. അവിടെ ഒരു ഗ്രഹയുദ്ധം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ശനിയും വ്യാഴവും കൂടി ഒരു മത്സരം. ശനി വിചാരിക്കും ഞാൻ എൻ്റെ ആളിന് കൊടുത്തോളാം, ഞാൻ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ പറഞ്ഞ ഓഹോ എൻ്റെ വീട്ടിൽ നിന്ന് നീ അങ്ങനെ വലിയ ആളാവണ്ട എന്ന് വ്യാഴം വിചാരിക്കും. ഇവർ രണ്ടും കൂടി ഒരു യുദ്ധമുണ്ട്. അതുകൊണ്ട് എന്താണ്, കിട്ടേണ്ടത് മുഴുവൻ കിട്ടൂല, പകുതിയെ കിട്ടും. അതുകൊണ്ട് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്ത് ശനൈശ്വരനെ നന്നായി പ്രാർത്ഥിച്ച് നേരായ മാർഗത്തിലൂടെ സഞ്ചരിച്ചാൽ ഉറപ്പായിട്ടും നല്ല അനുഭവങ്ങൾ നല്ല നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി വൃശ്ചിക രാശിയെക്കുറിച്ച് നോക്കാം. വൃശ്ചിക രാശിക്കാർക്ക് ശനി 5-ാം ഭാവത്തിലാണ്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സന്താനങ്ങൾക്ക് കഷ്ടത വരുത്തും എന്ന് നമ്മൾ ആരൊക്കെയെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകാം. എന്നാൽ നേരെ മറിച്ച് ഇത്തവണത്തെ ശനി മാറ്റം പലർക്കും വളരെ അനുകൂലമായിരിക്കും. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജനന സമയവും നമ്മുടെ ദശാകാലങ്ങളും ഒക്കെ വെച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. എല്ലാവർക്കും ഒരേപോലെ നല്ലതാണ് നല്ല ചീത്തയാണെന്നൊന്നും വിചാരിക്കേണ്ട. എങ്കിലും ശനിയുടെ മാത്രം പങ്കാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ നക്ഷത്രത്തിൽ ഈ രാശിക്കാർക്ക്, വൃശ്ചിക കൂറുകാർക്ക്, വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ശനി സന്താനങ്ങൾക്ക് അഭിവൃദ്ധി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്തവണത്തെ ശനി മാറ്റം അവർക്ക് വിദേശത്ത് പോയി പഠനം അല്ലെങ്കിൽ ജോലി കയറ്റം അല്ലെങ്കിൽ അവർക്ക് ഡിപ്രഷനൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സമൂഹത്തിലുണ്ട്.
കാരണം ഒരുപാട് മോഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് നിരാശയുണ്ടാകും. അതുകൊണ്ട് ഒരുപാട് ആശയുള്ള ഈ കാലഘട്ടത്തിൽ നിരാശ ഒരുപാടാണ്. അതുകൊണ്ട് ഡിപ്രഷനൊക്കെ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചികിത്സ ഫലപ്രദമാകുന്ന ഒരു വർഷങ്ങളായിരിക്കും ഈ വരുന്ന 2.5 വർഷം. അവരുടെ ഈ മാനസികമായ തകർച്ചയിൽ നിന്നൊക്കെ അവരെ അതിജീവിക്കുന്നതാണ്. കുട്ടികൾക്ക് ചില പ്രണയ നൈരാശ്യങ്ങൾ മൂലമൊക്കെ വലിയ മുതിർന്ന കുട്ടികൾക്ക് നിരാശ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ അതിനൊക്കെ പരിഹാരങ്ങളും തെളിഞ്ഞു വരുന്ന ഒരു വർഷമാണ് ഇത്, വർഷങ്ങളാണ് ഇത്. അപ്പോൾ ഈ ശനിമാറ്റം വൃശ്ചിക കൂറുകാർക്കും വലിയ ദോഷങ്ങളൊന്നും വരില്ല. ആദ്യകാലങ്ങളിൽ കുറച്ച് കഷ്ടത ഉണ്ടെങ്കിലും അത് അവസാന കാലഘട്ടത്തിൽ പരിഹരിക്കപ്പെടും. അടുത്തതായി മൂലം, പൂരാടം, ഉത്രാടം കാല് വരുന്ന ധനുക്കൂറിനെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത്. ധനുക്കൂറുകാർക്ക് വളരെ അനുകൂലമായ ഒരു ശനിമാറ്റമാണെന്ന് തന്നെ പറയാം. കാരണം കേന്ദ്രത്തിലോട്ടാണ് മാറിയിരിക്കുന്നത്, കണ്ടകശനി. എന്നാൽ പ്രായാധിക്യമുള്ള മാതാപിതാക്കൾ ഉള്ളവർക്ക് ആ മാതാപിതാക്കൾക്ക് ദേഹവിയോഗമൊക്കെ വന്ന് കർമ്മമൊക്കെ ചെയ്യാനായിട്ട് കുടുംബത്തിലെ മാതാവിന് ദോഷകരമായൊരു രാശിയിലോട്ട് വന്നിരിക്കുകയാണ്. അതിനൊക്കെ സാധ്യത ഉണ്ട്. പിന്നെ പ്രായമായവർക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ നമ്മൾ മനസ്സിന് ധൈര്യം കൊടുത്ത് തയ്യാറായിരിക്കുക. കൂടാതെ വാഹനങ്ങളൊക്കെ നിറയെ റിപ്പയർ വരുന്ന ഒരു സമയമായിരിക്കും ഈ 2.5 വർഷം. അതുകൊണ്ട് വാഹനം വാങ്ങുന്നതിനൊക്കെ സാഹചര്യം ഉണ്ടാകും. പഴയ വാഹനങ്ങൾ വാങ്ങാതിരിക്കുക. പഴയ വാഹനങ്ങൾ വാങ്ങി കളിപ്പ് പറ്റാനൊക്കെ ഉള്ള ഒരു സാഹചര്യം വരുന്നുണ്ട്. എന്തായാലും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി എന്നുള്ളത് കൊണ്ട് വളരെ വലിയൊരു ആഘാതമൊന്നും ഉണ്ടാകില്ല. എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും ശാസ്താക്ഷേത്ര ദർശനമൊക്കെ നടത്തി ശാസ്താവിന് 7 പ്രദക്ഷിണമൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ വരാനിരിക്കുന്ന കഷ്ടതകളൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. അടുത്തതായി ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര വരുന്ന മകരക്കൂറുകാർക്ക് വളരെ ആശ്വാസപ്രദമായ ഒരു ശനിമാറ്റമാണ് നമ്മൾ കണ്ടത്. അതായത് അവര് 8.5 കൊല്ലമായിട്ട് അനുഭവിച്ചിരുന്ന 7.5 ശനി, അതായത് ശനി വക്രഗതിയിലൊക്കെ പോയി 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ സമയദോഷം. അപ്പോൾ അതെല്ലാം മാറി ഇപ്പം ഭയങ്കര ഒരു വലിയ ഗുഹയിൽ നിന്ന് പുറത്തു വന്നതുപോലെ അവര് വളരെ ശുദ്ധവായു ശ്വസിച്ച് മുമ്പോട്ട് പോകാൻ തയ്യാറായിരുന്നുള്ളൂ. 2 മാസം എടുക്കും അതിൻ്റെ നല്ല ഫലങ്ങളൊക്കെ വന്നു ചേരാനായിട്ട്. അതുകൊണ്ട് അവർക്ക് ശനി വളരെയധികം ഗുണം ചെയ്യും. 3-ൽ ശനി മുടിവെച്ച് വാഴുമെന്നാണ്. അപ്പം രാഷ്ട്രീയക്കാർക്കും അതേപോലെ സിനിമ കലാരംഗങ്ങളുള്ളവർക്കും ബിസിനസ്സുകാർക്കും വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു സമയമാണ് ഈ 2.5 വർഷം. അടുത്തതായി കുംഭക്കൂർ നോക്കാം. കുംഭക്കൂറിൽ ശനി വിഹരിക്കുകയായിരുന്നു. ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഇരിക്കുകയാണ് കുംഭക്കൂറുകാരെല്ലാം എന്നറിയാം. വലിയ കഷ്ടതകളൊക്കെ അനുഭവിച്ചെന്നാൽ നേരെ ചൊവ്വ ജീവിച്ചിരുന്നവർക്ക് ഇതധികം ബാധിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ജന്മശനി ആളുകളെ അങ്ങനെ വെറുതെ വിടുന്നതല്ല. ജന്മശനി വളരെ ദോഷങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകണം. എന്നാൽ ഈ കുംഭക്കൂറുകാർക്ക്, അതായത് അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും വരുന്ന കുംഭക്കൂറുകാർക്ക് ആശ്വാസപ്രദമായ ഒരു മാറ്റമാണ് ശനി നൽകുന്നത്. വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലോട്ട് ജന്മത്തിലോട്ടാണ് മാറിയതെങ്കിൽ പോലും അവർക്ക് വളരെ പ്രതികൂലമായ സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങളും പ്രൊമോഷൻസും ഒക്കെ വരും. പണവും കിട്ടും. പക്ഷെ രോഗചിന്ത, രോഗഭയം, ചില രോഗങ്ങൾ പിടികൂടുകയും അവർ രോഗഭയം കൊണ്ട് രോഗികളായി തീരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് ഈ വരുന്നത്. അതുകൊണ്ട് വളരെ എപ്പോഴും നമുക്ക് വേണ്ട ആത്മവിശ്വാസമാണ്. നമ്മളിൽ ഒരാത്മാവ് കുടികൊള്ളുന്നു. ആത്മാവ് ഈശ്വരാംശിയാണ്. നമ്മൾ ഈശ്വരാംശികളാണ്. ഈശ്വരനറിയാതെ നമുക്കൊന്നും വരില്ല. ഞാൻ എല്ലാത്തിനെയും അതിജീവിക്കും. എന്തിനാണ് അമ്പലങ്ങളും ഭക്തിയും ഒക്കെ? നമുക്ക് ആത്മവിശ്വാസം കൂട്ടാനാണ്. നമ്മൾ അവിടെ ചെന്ന് നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുമ്പോൾ നമ്മൾ വളരെ ശക്തന്മാരാകുന്നത്. അതായത് നമുക്ക് തോന്നുകയാണ് ഞാൻ എൻ്റെ എല്ലാ ദുഃഖങ്ങളും ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞു, അപ്പോൾ ഇനി എനിക്കെല്ലാം അതിജീവിക്കാൻ പറ്റും എന്നുള്ള അതിജീവനം നമ്മളിൽ ഉണ്ടാവുകയാണ്. ആ അതിജീവനത്തിനാണ് ക്ഷേത്ര ദർശനം,
ഒക്കെ നമ്മളിങ്ങനെ ആചാര്യന്മാർ കണ്ടെത്തി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. കുംഭക്കൂറുകാർ ക്ഷേത്ര ദർശനത്തിന് പോകേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി മീനക്കൂറുകാർക്ക് ശനി എപ്രകാരമെന്ന് നോക്കാം. സത്യത്തിൽ ജന്മത്തിൽ ശനി വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കഷ്ടങ്ങളുമുണ്ട്. ധനനഷ്ടം, മാനഹാനി, അന്യദേശവാസം, അതേപോലെ ആവശ്യമില്ലാത്ത നൂലാമാലകളിൽ ചെന്ന് പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ ജന്മശനിക്കാർക്ക് വന്നു വിടാറുണ്ട്. വലിയ കടങ്ങളിൽ പെടുക, കടബാധ്യത ഉണ്ടാവുക, കള്ളപ്പേര് കേൾക്കുക, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു ചേരാൻ സാധ്യതയുള്ള ഒരു നിൽപ്പാണ് ശനിയുടെ ജന്മത്തിലെ നിൽപ്പ്. എന്നാൽ ഇത്തവണയാവട്ടെ വ്യാഴക്ഷേത്രത്തിലായതുകൊണ്ട് ജന്മശനി പോലും ഒന്ന് തണുത്താണ് പെരുമാറുന്നത്. അങ്ങനെ എപ്പോഴും കൊടുക്കൂലേ, വ്യാഴത്തിന്റെ കണ്ണ് വെട്ടിച്ച് ചിലപ്പോൾ ഒരടിയൊക്കെ കൊടുത്തെന്ന് വരും. അപ്പൊ ആ സമയത്ത് നമ്മൾ എപ്പോഴും നല്ലതാണെന്ന് പറഞ്ഞ് പോകാതെ നമ്മളൊന്നുകൂടെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോയാൽ നമ്മളെ ഇതൊന്നും ബാധിക്കില്ല. കൂടാതെ വളരെ ഈശ്വര വിശ്വാസത്തോടു കൂടിയും ഈശ്വര പ്രാർത്ഥനയോടുകൂടിയും ശനിയെയും വ്യാഴത്തെയും ഒരുപോലെ പ്രാർത്ഥിച്ചും ആത്മവിശ്വാസം കൈവിടാതെ നല്ല വാക്കുകൾ പറയുന്ന, വളരെ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയുന്ന ആളുകളുമായിട്ട് സംസർഗം ചെയ്യുകയും ദൂഷിത വലയത്തിൽ പെടാതിരിക്കുകയും ചെയ്യുക. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന എന്തൊക്കെയോ മരുന്നുകളോ ഇതൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ഇടപെടുന്ന ആൾക്കാർ ഉറപ്പാണ് ജയിലിലാകും. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അങ്ങനെ നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാനുള്ള എല്ലാവിധ ഭാഗ്യങ്ങളും ഒരുക്കി വെച്ചുകൊണ്ടാണ് ഇത്തവണ ശനി മാറിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2.5 വർഷം നമ്മൾ വലിയ കുഴപ്പമില്ലാതെ പോകും. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി വിശ്വാസത്തോടു കൂടി മുൻപോട്ട് പോവുക. ശനിയെ ആശ്രയിക്കുക, ശാസ്താവിനെ ആശ്രയിക്കുക. എല്ലാവിധ നന്മകളും എല്ലാവർക്കും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കും.